ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന 2 കേക്കിൻ്റെ റെസിപ്പീസാണ്. അപ്പോൾ ഈ ഒരു 2 കേക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പാൽ കേക്കുകളാണ്. അപ്പോൾ നമ്മൾ 2 ഫ്ലേവറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഗോതമ്പ് മാവിൽ മിക്സിയിൽ ചെയ്തെടുക്കുന്ന ക്രീം പോലും വേണ്ടാത്ത വളരെ സിമ്പിളായിട്ട് 3-4 ചേരുവകളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കേക്കുകളാണ് രണ്ടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ കുറേ പോയിൻറ്റ്സ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് നല്ല 2 അടിപൊളി കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട, സാധാരണ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു കേക്കുകൾ രണ്ടും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് നമ്മൾ മെഷർമെൻറ്റ് കപ്പ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സാധാരണ കപ്പ് എടുത്താൽ മതി. അതിലൊരു 1/4 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുക. അപ്പോൾ ഗോതമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. ഈ കേക്കിൻ്റെ ബാറ്റർ കംപ്ലീറ്റ് നമ്മൾ മിക്സ് ചെയ്യുന്നത് മിക്സിയുടെ ജാറിൽ വെച്ചിട്ടാണ്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി എല്ലാ ചേരുവയും ഇതിൽ തന്നെ എടുക്കുക. 1/4 കപ്പ് പാല്, 2 മുട്ട. ഈ ഒരു കേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു റോസ് മിൽക്കിൻ്റെ ടേസ്റ്റിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 6 ഡ്രോപ്സ് ഈ ടൈഗർ സ്ട്രോബെറിയുടെ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി ഇതൊരു 30 സെക്കൻഡ് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കേക്കിൽ നമ്മൾ ഒട്ടും തന്നെ എണ്ണ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എണ്ണ ഉപയോഗിക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ ഞാൻ ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റിലാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഇതിലൊന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ചെറിയ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിക്കിട്ടും. ഈ ഒരു കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന തവ ഉണ്ടാവുമല്ലോ, അത് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഈ ഒരു പാത്രം അതിലോട്ട് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 7-8 മിനിറ്റ് നന്നായിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അതായത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ക്രീം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി വിനീഗർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് ഇനി 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടാനും ഈ ഒരു മുട്ട ഒന്ന് കുക്കായി കിട്ടാനുമായിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ വരും. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് വെച്ചാൽ. അപ്പോൾ ഇതുപോലെ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റി ആ ഒരു ചൂടിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ബീറ്റായി ക്രീമായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഫോർക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ബീറ്റർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രീമി ആയിട്ട് തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു മുട്ടയുടെ മണം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടാനായിട്ടാണ്. ഇനി കൈയെടുക്കാതെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് മുട്ടയുടെ വെള്ളയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ വീഡിയോ ഇത്രയും സ്പീഡിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ മാറിക്കിട്ടും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ക്രീമാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ലോ കോസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിപ്പിംഗ് ക്രീമാണ്. ഇനി നമുക്ക് കേക്ക് ബേക്കായോ നോക്കി നോക്കാം. ഇപ്പോൾ ഒരു കറക്റ്റ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തി നോക്കുമ്പോൾ മാവൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിൽ ഒഴിക്കേണ്ടുന്ന ഒരു മിൽക്ക് സിറപ്പുണ്ട്, അതായത് റോസ് മിൽക്ക് സിറപ്പുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചില്ല ആ എസൻസ് തന്നെ ഒരു 3 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് പഞ്ചസാര എല്ലാം നല്ലതുപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം.
അപ്പോൾ ഞാനിവിടെ കേക്ക് പ്ലേറ്റിൽ നിന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്, കാരണം ഒന്ന് അത്യാവശ്യം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഒരു സൈഡ് മാത്രം. അപ്പോൾ ഞാനതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു കേക്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് എല്ലാ സൈഡിലും ഒന്ന് കുത്തി കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതിൽ മിൽക്ക് സിറപ്പ് ഒഴിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കേക്കിൽ കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇവിടെ 1/4 കപ്പ് പാലെടുത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഈ ഒരു കേക്കിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ തന്നെയാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുത്തതും ആ പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫുള്ളി ക്രീം വെച്ച് കവർ ചെയ്യുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ക്രീം എല്ലാം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് 1-2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ ആ കേക്കും ക്രീമും പാലും എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്തയും പിന്നെ പൈപ്പിംഗ് ജെല്ലും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പൈപ്പിംഗ് ജെൽ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ സാധാരണ ദോശക്കല്ലിൽ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് ഗോതമ്പ് മാവ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ലെച്ചീസ് കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. കാരണം നമ്മൾ ഈ ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നല്ല സൂപ്പറായിട്ട്, അതായത് വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്ന് പറയില്ല, ആ രീതിയിലുള്ളൊരു കേക്കാണ്. അപ്പോൾ കേക്ക് കഴിക്കുമ്പോൾ ഇതുപോലെ ആ ഒരു റോസ് മിൽക്കിൻ്റെ സിറപ്പ് ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ തന്നെ പിസ്താച്ചിയോ മിൽക്ക് കേക്കാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെയ്തതിന് തന്നെ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇവിടെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള മൈദയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവിൽ തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ഇനി കേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒട്ടും തന്നെ നനവില്ലാത്തൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പോളം, 1/2 കപ്പിൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കുറയ്ക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പോളം പൊടിക്കാത്ത പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ആ മുട്ടയുടെ വെള്ളം ഒന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് വേണമെങ്കിൽ മിക്സിയിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് ബീറ്ററിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം എത്രത്തോളം നന്നായിട്ട് പതപ്പിച്ചെടുക്കുന്നു അത്രത്തോളം നമ്മൾ കേക്ക് നല്ല സോഫ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ നല്ലതുപോലെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് ഞാനിവിടെ ഉപയോഗിക്കുന്ന, അതായത് അളവിന് ഉപയോഗിക്കുന്ന നമ്മൾ സാധാരണ ഒരു സ്റ്റീൽ കപ്പ് തന്നെയാണ്. മെഷർമെൻറ്റ് കപ്പ് ഒന്നും വേണ്ട ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ കപ്പിന് തന്നെ കറക്റ്റ് 1/2 കപ്പ് മൈദയും നമ്മൾ നേരത്തെ എടുത്തില്ലേ ആ മുട്ടയുടെ മഞ്ഞ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പതിയെ മാത്രം ഇത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് മിക്സായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്രീമി രൂപത്തിന് കിട്ടും. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കുന്ന ഈ ഒരു കേക്കിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് പിസ്ത ഇലാച്ചി മിക്സാണ്. ടൈഗറിൻ്റെ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്, നല്ലൊരു ബ്രാൻഡാണ്. അപ്പോൾ ഇതൊരു 6 ഡ്രോപ്സോളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലേവർ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ പിസ്താച്ചിയോ കേക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു ഫ്ലേവർ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു കേക്കിന് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ബാറ്റർ ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നമ്മളിപ്പോൾ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ പാത്രത്തിൽ ഒന്ന് ഓയിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ ഒരു ബാറ്റർ കറക്റ്റായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് ഒന്ന് തട്ടി കൊടുക്കുവാണെങ്കിൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറി കിട്ടും. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ സോസ് പാൻ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ഈ ഒരു കേക്ക് ടിൻ അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 12 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് ഏകദേശം ഒരു 8 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട. ഇപ്പോൾ ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, എല്ലാ ഭാഗത്തു നിന്നും വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഉള്ളു എന്തോ നോക്കാനായിട്ട് ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ടോ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ മാവൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. കേക്ക് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം.
ഇപ്പോൾ കേക്ക് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തുനിന്നും കേക്ക് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ നമ്മളൊന്ന് തട്ടി കൊടുത്താൽ മതി. ഒട്ടും തന്നെ ഇളക്കിയെടുക്കാൻ പാടൊന്നുമില്ല. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിന് നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനി ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന വെച്ചാൽ നമുക്ക് ഇതിലോട്ടൊരു മിൽക്ക് സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് കേക്കിൽ പിടിക്കാനായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് നല്ല കട്ടിയുള്ള പാലെടുക്കണം. ഇനി ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടൻസ് മിൽക്ക് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് മിക്സിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതൊരു 4-5 ടേബിൾ സ്പൂൺ മധുരത്തിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടൊരു 4-5 പിസ്ത മിക്സ് നമ്മൾ നേരത്തെ എടുത്തില്ല, അത് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഇവിടെ ഒരു പിസ്ത മിൽക്ക് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലോട്ടൊരു 3/4 കപ്പോളം സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ഒഴിക്കേണ്ട, കാരണം ഓരോ പീസായിട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അതിലൊരു അല്പം ഈ ഒരു മിൽക്ക് സിറപ്പ് ഒഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഈ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പൈപ്പിംഗ് ബാഗും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത പൈപ്പിംഗ് ബാഗാണ്. അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ആ മുട്ടയുടെ വെള്ള വെച്ചിട്ടുള്ള ക്രീം തന്നെയാണ് ഇതിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ മുട്ടയുടെ വെള്ള ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വേറെ ഒരുപാട് ഫ്രൂട്ട്സ് വെച്ചിട്ട് പോലും അരിപ്പൊടി വെച്ചിട്ട് പോലും ചെയ്തിട്ടുള്ള ഒരുപാട് വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും പിന്നെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അടുത്ത മാസം അവസാനമാണ് 2 വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 2 വിന്നേഴ്സിന് നമ്മൾ ഇലക്ട്രിക് ബീറ്ററാണ് പ്രൈസായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 റെസിപ്പീസ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.